ദൈവശക്തി. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ നമ്മെ ഉയർത്തുവാൻ കഴിയുന്ന ദൈവശക്തിയാണ് നമ്മുടെ വിശ്വാസത്തിൽ വ്യാപരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഈ അധികാരങ്ങൾക്കും ആ ദുഷ്ടാത്മ സേനകൾക്കുമെതിരെ യേശുവിന്റെ നാമം എത്രത്തോളം ശക്തിയോടുകൂടെ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള കാര്യം മറന്നു പോകണ്ടേ. അല്ല എന്നുണ്ടെങ്കിൽ ശത്രുവിനെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് ഓടുവാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന യേശുവിന്റെ മഹത്വം, ഈ ദൈവശക്തിയുടെ മഹത്വം തിരിച്ചറിയുവാൻ കഴിയാതെ നമ്മൾ പതറിപ്പോകുവാൻ ഇടയായി തീരുമെന്നുള്ള കാര്യം മറക്കരുതോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു ചോദ്യം വരാം, ബ്രദർ, ഈ ശക്തി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത്? വായിച്ചാട്ട് എഫെസ്യ ലേഖനം 3:16. അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അവനെ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ 11 അവന്റെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത വിധം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത വണ്ണം അവന്റെ ആത്മാവിനാൽ നമ്മുടെ ബാഹ്യ മനുഷ്യനെ അല്ല അവൻ ബലപ്പെടുത്തുന്നത്, നമ്മുടെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുൻപിൽ നിൽക്കുന്ന ശത്രുവിനെതിരെ പടവെട്ടുവാൻ കഴിയുന്ന നിലവാരത്തിൽ നമ്മുടെ ആത്മീയ മനുഷ്യനെ അവൻ ബലപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്നു. അപ്പൊ വിശ്വാസത്തിൽ വ്യാപരിക്കുന്ന ദൈവിക ശക്തി എപ്രകാരമാണ് അതിന്റെ യാത്ര ചെയ്യുന്നത്? അവൻ ഒരിക്കലും നമ്മുടെ ബാഹ്യ മനുഷ്യനെ, ബാഹ്യ ശരീരങ്ങളെ ബലപ്പെടുത്തുവാനല്ല, പിന്നെയോ നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ട് നമുക്കെതിരെ ഉയരുന്ന ശത്രുവിനെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പടവെട്ടുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മൾ പതറിപ്പോകുവാൻ സാധ്യതയുണ്ടായിരുന്ന മേഖലകളിൽ, അത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, അത് മറ്റു പലതുമായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ നമ്മെ ഉറപ്പിച്ചു നിർത്തിയത് ഈ അകത്തെ മനുഷ്യന് വ്യാപരിച്ച ദൈവശക്തിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ കാലിന്റെ സ്തോത്രം ഉറപ്പ് കൊണ്ട് നിന്നതല്ല, നമ്മുടെ കാലിന്റെ മിടുക്ക്, നമ്മുടെ ബുദ്ധിയുടെ മിടുക്ക് കൊണ്ട് നിന്നതല്ല, ദൈവം നമ്മെ കരുതിയത് കൊണ്ട് നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് അവന്റെ വലുപ്പം. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ നമുക്കെതിരെ കടന്നു വന്ന വിഷയങ്ങൾക്ക് മുൻപിൽ പതറാതെ നിന്നത്. നമ്മൾ ശക്തിപൂർവ്വം മുന്നോട്ട് നീങ്ങുവാൻ അത് ഇടയായി തീർന്നു.